നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയുമായി ഘടകകക്ഷികൾ. പ്രതികൂല കാലാവസ്ഥയിൽ ചിലപ്പോൾ ട്രെയിൻ വൈകാറുണ്ടെന്ന് കെ മുരളീധരൻ. KPCC അധ്യക്ഷ സ്ഥാനം വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം, മൗനം തുടർന്ന് പിണറായി വിജയൻ. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം ശരിയല്ലെന്നും അസോസിയേഷൻ. இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும். തമിഴ്നാട്ടിലെ നിയമസഭാ സമ്മേളനം തുടങ്ങി. MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. വിശ്വാസ വോട്ടെടുപ്പ് മറ്റന്നാൾ. അസമിലെ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നീറ്റ് UGC പരീക്ഷയിലെ ക്രമക്കേടിൽ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക്. സംസ്ഥാനത്ത് MBBS പഠിക്കുന്ന രാജസ്ഥാനിലെ സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച അന്വേഷണം. വിൽപ്പന നടത്തിയ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളത്. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. പരീക്ഷ രഹസ്യമായി നടത്തുന്നുവെന്ന് ആരോപണം. പ്രതിഷേധക്കാർ ഹാൾ ടിക്കറ്റുകൾ കീറിയെറിഞ്ഞു. IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് 11 ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ധരംശാലയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 7-ാം ദിവസവും കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. ഹൈക്കമാൻഡ് തല ചർച്ച ഇനി ഉണ്ടാകില്ല എങ്കിലും സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ച ശേഷമായിരിക്കും പ്രഖ്യാപനം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉറച്ചു നിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, ഇനി ചർച്ചകളില്ല, ഇനി തീരുമാനം മാത്രമാണ്. സോണിയാഗാന്ധിയോടുകൂടി ചർച്ച ചെയ്തതിനു ശേഷം പ്രഖ്യാപനം മാത്രം. വിശദാംശങ്ങൾ. രാജേഷ്, കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന പ്രഖ്യാപനം നടത്താനാകാത്ത സാഹചര്യമാണുള്ളത്. അതായത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നതുമാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. അതേസമയം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷവും പിന്തുണ KC വേണുഗോപാലിനുള്ളതിനാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു. പക്ഷേ ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്നാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ ഇനിയൊരു ഹൈക്കമാൻഡ് തല ചർച്ചകൾക്കോ കേരളത്തിലെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്കോ യാതൊരു സാധ്യതയുമില്ല. വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ചൊരു പ്രഖ്യാപനത്തിനാണ് സാധ്യത. ആ പ്രഖ്യാപനവും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒന്നുകിൽ AICCയുടെ ഭാഗത്തുനിന്നൊരു വാർത്താക്കുറിപ്പായി പ്രഖ്യാപനം ഉണ്ടാകും. അതുമല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ഏതായാലും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇനി ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചകൾക്കൊന്നും തന്നെ പ്രാധാന്യവുമില്ല, അതിന് സാധ്യതയുമില്ല. തീരുമാനം പൂർണ്ണമായും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചേർന്നുകൊണ്ടായിരിക്കും സ്വീകരിക്കുക. സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിക്കും. പക്ഷേ അത് കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചലനമുണ്ടാക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം ഹൈക്കമാൻഡിന് മുൻപിൽ തന്നെ VD സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ KC മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് VD സതീശൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സമവായ ചർച്ച VD സതീശന് മുൻപിൽ വെക്കും എന്ന് നോക്കിക്കാണണം. ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായ വ്യത്യാസമോ പൊട്ടിത്തെറികളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ അവർക്ക് തീരുമാനിക്കാമെന്നും പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നും കോൺഗ്രസ് നേതൃത്വത്തെ ഇതിനോടകം തന്നെ ഘടകകക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഘടകകക്ഷികളുമായുള്ള അതൃപ്തിയോ അല്ലെങ്കിൽ ആരെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാലും ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്ന് ഇനി പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളോ എതിർപ്പോ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് KC വേണ്ടി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് തീരുമാനം നേരത്തെ എടുത്തെങ്കിലും
പ്രഖ്യാപനം വൈകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള അതൃപ്തികൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തീരുമാനം നേതൃതലത്തിലെടുത്താലും ഇതുവരെ പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. സോണിയാഗാന്ധിയുമായി കൂടി അഭിപ്രായം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനം. മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എന്ന സൂചന വന്നതോടുകൂടി KPCC ആസ്ഥാനത്തിനായി അല്ലെങ്കിൽ KPCC ആസ്ഥാനത്ത് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിനായി ചരടുവലികൾ തുടരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെ കണ്ടതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? പുതിയ അധ്യക്ഷനെ ഇതോടുകൂടി അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശേഷം ഉടനെ ഉണ്ടാകുമോ? രാജേഷ്, മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകൾ പൂർത്തിയാക്കുന്നതിനും അതിനൊരു തീരുമാനമാകുന്നതിന് മുൻപേ തന്നെ നേതാക്കൾ തമ്മിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയാകുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തിന് ഒഴിവ് വരും. ആ സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നേതാക്കളുടെ ചരടുവലികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇന്നലെ കർണാടകയിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ തന്നെ KPCC അധ്യക്ഷനായി പരിഗണിക്കണം എന്ന ആവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് മുൻപോട്ട് വെച്ചത്. കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി എത്തുന്ന വേളയിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പരിഗണനയിൽ വന്നിരുന്നു, ചർച്ചയിൽ വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തെ തഴയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ തന്നെ പൂർണ്ണമായും പരിഗണിക്കണമെന്ന ആവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് നേതൃത്വത്തിന് മുൻപിൽ വെച്ചത്. പക്ഷേ ഹൈക്കമാൻഡിന് മുൻപിൽ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ മറ്റു ചില പേരുകൾ കൂടി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ആദ്യം മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച പൂർത്തിയാക്കി അതിന്റെ പ്രഖ്യാപനവും കഴിഞ്ഞ് മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം മാത്രമേ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. രാജേഷ്, ജിഷ്ണോണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതികരണവുമായി K മുരളീധരൻ. കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആകാറുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം അറിയുമ്പോഴേ മുഖ്യമന്ത്രി ആരെന്നറിയാൻ സാധിക്കൂ എന്നും മുരളീധരൻ പറഞ്ഞു. ഒരു വകുപ്പിനോടും പ്രത്യേക താല്പര്യമില്ല, വട്ടിയൂർക്കാവ് MLA ആകുന്നതാണ് ഇഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ് LDF വന്നപ്പോൾ പൂട്ടി. അത് ഞങ്ങൾ തുറക്കും. അത് പറയുന്നതിന് ആരോഗ്യവകുപ്പ് വേണമെന്നൊന്നുമില്ല. എനിക്ക് ഒന്നിലേക്കും പ്രത്യേക താല്പര്യം. എനിക്ക് വട്ടിയൂർക്കാവ് MLA എന്ന് പറയുന്നതാണ് താല്പര്യം. അതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ തള്ളി INTUC സംസ്ഥാന അധ്യക്ൻ R ചന്ദ്രശേഖരൻ. ഇപ്പോൾ ജയിച്ചവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. VD സതീശനുള്ള പിന്തുണ ചന്ദ്രശേഖരൻ ആവർത്തിച്ചു. MLA-മാരിൽ ഒരാളാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. 5 വർഷം പ്രതിപക്ഷത്തിന് പാർട്ടിയെ നയിച്ച ആളാണ് മുഖ്യമന്ത്രി ആകുന്നത്. അതാണ് ചരിത്രമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, നിഷ്പക്ഷമതികളായ കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മാൻഡേറ്റാണ്. ആ മാൻഡേറ്റിനെ വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് വികലപ്പെടുത്തി പോകാൻ പാടില്ലെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ, മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ വിജയിച്ചത് ഇപ്പോഴത്തെ 2021 മുതൽ 26 വരെയുള്ള പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ എപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ആകർഷണം കൊണ്ടുവരാനും ജനങ്ങളുടെ മനസ്സിനെ ആ മുന്നണിയോടൊപ്പം പാർട്ടിയോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ വിജയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിമാരായി വരുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അവരുടെ പ്രതിനിധികൾ ആരെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുള്ള നിലയിൽ തന്നെയാണല്ലോ, അതിന് സംശയമൊന്നുമില്ല. അല്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വാടനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലക്സ് വെച്ച് സംഭവത്തിൽ CPM ഗൂഢാലോചന പുറത്തായെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPM നിർദ്ദേശം കൊടുക്കാതെ ഒരിക്കലും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ ഫ്ലക്സ് വയ്ക്കാൻ തയ്യാറാകില്ല. CPM ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഐക്യത്തെയോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ലഭിച്ച ശോഭയെയോ കെടുത്താൻ സാധിക്കില്ല. ഈ മുഹമ്മദ് അതിനുശേഷം അവരുടെ തന്നെ ഗ്രൂപ്പുകളിലിട്ട ആ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ പാർട്ടിക്കകത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പിസമാണ്. അതിൽ വ്യക്തമായി പറയുന്നു, സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച പലരും ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ പക്ഷെ ചെയ്തത് നമുക്ക് എതിരാളികളായ പാർട്ടിയിൽ
അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് പുറത്തു വന്നിട്ടുള്ളത്. CPM പോളിറ്റ് ബ്യൂറോ യോഗം രണ്ടാം ദിവസവും ഡൽഹിയിൽ തുടരുന്നു. AKG ഭവനിൽ നടക്കുന്ന യോഗത്തിൽ കേരളത്തിലേറ്റ പരാജയം സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ ചർച്ച ഉണ്ടാകും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ട CPI നിലപാടും PB ചർച്ച ചെയ്തേക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച ചോദ്യത്തിന് പിണറായി വിജയൻ ഇന്നും മറുപടി നൽകിയില്ല. CPM-ന് തലവേദനയായി തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലെക്സ്. ഇവിടെ വ്യക്തികളല്ല വേണ്ടത് പാർട്ടിയാണെന്നും പണാധിപത്യം തുലയട്ടെ എന്നുമാണ് ഫ്ലെക്സിലുള്ളത്. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹന്റെ ചിത്രവും ഫ്ലെക്സിലുണ്ട്. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ഫ്ലെക്സ് വച്ചിട്ടുള്ളത്. കഴക്കൂട്ടം CPM-ൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ തുടർച്ചയാണിതെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുമ്പേ പാലാ മേലുകാവിൽ മാണി സി കാപ്പനെ നിയുക്ത മന്ത്രി എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സ് ബോർഡ്. UDF മേലുകാവ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് വച്ചിരിക്കുന്നത്. നിയുക്ത മന്ത്രി മാണി സി കാപ്പന് അഭിവാദ്യങ്ങളെന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് VD സതീശൻ നേതൃത്വം നൽകിയ പുതുയുഗയാത്രയുടെ പാലായിലെ സ്വീകരണത്തിൽ പാലായിൽ നിന്നും മന്ത്രി ഉണ്ടാകുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭാംഗമായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നും 99 പേർ ആദ്യമായാണ് നിയമസഭാ അംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികൾ കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK-യും സഭയിലെത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൻ്റെ ആകാംക്ഷയിലാണ് ഇനി തമിഴകം. സിനിമാ തിരശ്ശീലയിലെ ദളപതി ഇനി തമിഴ്നാട് നിയമസഭയിലെ പോരാളി. പ്രോട്ടൈം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് മുന്നിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നും 99 പേർ ആദ്യമായിട്ടാണ് നിയമസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. C. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் തിരിച്ചടിക്കൽ നേരിട്ട DMK പാളയത്തിൽ നിന്നും പുതിയ നായകനായി ഉദയനിധി സ്റ്റാലിനും ചുമതലയേറ്റു. உதயநிதி ஸ்டாலின் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ DMK-യെ നയിക്കാൻ ഉദയനിധിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. സഭയിലിനി വിജയ് വേഴ്സസ് ഉദയനിധി സ്റ്റാലിൻ പോരാട്ടമെന്ന് ചുരുക്കം. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടുന്നു. எடப்பாடி கே பழனிசாமி என்னும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിലേക്കാണ്. ബുധനാഴ്ചയ്ക്കകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണറുടെ കർശന നിർദ്ദേശം. പഴയ തലമുറയുടെ പതനവും പുതിയ താരോദയങ്ങളും കണ്ട തമിഴ്നാട് നിയമസഭയിൽ ഇനി വരാനിരിക്കുന്നത് വാശിയേറിയ പോരാട്ടങ്ങളാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഉദയനിധിയുടെ പുതിയ ഉത്തരവാദിത്തവും സഭയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. തമിഴ് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ രണ്ട് യുവനേതാക്കൾ മുഖാമുഖം വരുമ്പോൾ ചെന്നൈയിലെ രാഷ്ട്രീയ താപനില ഇനി അങ്ങോട്ട് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ ആര് വിജയിക്കും, തമിഴകം ആരുടെ കൈകളിൽ സുരക്ഷിതമാകും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരുന്നു തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അസമിലെ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് തുടർച്ചയായി രണ്ടാം തവണയും അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗുവാഹത്തിയിലെ ഖനപാറ വെറ്റിനറി ഫീൽഡിൽ രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് BJP നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയത്. 82 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രഖ്യാപനം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയായില്ല എന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള പഠനം ആരംഭിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയത്. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നും ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. KSRTC സൗജന്യയാത്ര അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകൾക്ക് വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമെന്നും സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളോട് ചർച്ച ചെയ്യണ്ടേ?
ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഞങ്ങൾ ഗവൺമെൻറ് പറയുന്ന മുഴുവൻ സേവനങ്ങളും അതാത് കാലഘട്ടത്തിൽ ഗവൺമെൻറ് പറയുന്ന അതേ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങളെ നിലനിർത്താനുള്ള ഒരു പാക്കേജ്, ഞങ്ങളുമായി ഒരു ചർച്ച ഈ വിഷയത്തിൽ ഞങ്ങളെ എങ്ങനെ നിലനിർത്താം. ഞങ്ങളിപ്പോൾ KSRTC ജനം സൗകര്യം കൊടുക്കുന്നു പറയുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല എന്നും ഞങ്ങൾ പറയുന്നില്ല. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിലൊന്നാണ് KSRTC ബസ്സിലെ സൗജന്യ യാത്ര. ഓർഡിനറി, സൂപ്പർഫാസ്റ്റ് എന്നിവയിൽ എല്ലാം കൂടി പദ്ധതി നടപ്പിലാക്കാൻ പ്രതിമാസം 90 കോടി രൂപ ചെലവ് വരുമെന്നാണ് കരുതുന്നത്. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, പാലക്കാട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്ക് ഫ്രം ഹോം രീതി വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നും പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണം വാങ്ങുന്നതിലും വിദേശ യാത്രകളിലും സ്വയം നിയന്ത്രണം ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം വിമർശിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ സാമ്പത്തിക ഊർജ്ജ മേഖലകളിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയും സർക്കാർ ഇടപെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ജനങ്ങൾ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. ഇതിനായി കൊറോണ കാലത്തെ പോലെ വർക്ക് ഫ്രം ഹോം രീതി വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് ഗുണകരമാകും. മെട്രോ, ട്രെയിൻ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. हमें पेट्रोल डीजल का उपयोग कम करना होगा. शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे. ज्यादा से ज्यादा मेट्रो में ही जाएंगे. अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें और भी लोगों को साथ बिठा ले. अगर हमें कहीं सामान भेजना हो तो कोशिश करनी है कि वह ज्यादा से ज्यादा रेलवे गुड्स के जो ट्रेन होती है रेलवे की सर्विसेज से भेजें ताकि इलेक्ट्रिक रेलवे होने के कारण पेट्रोल डीजल की जरूरत नहीं पड़ती है. പണപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം. സ്വർണം വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരത്തെ ബാധിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അവധിക്കാലത്ത് വിദേശയാത്രകൾ നടത്തുന്നതിന് പകരം രാജ്യത്തെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രിയുടെ കഴിവുകേടിന്റെ തെളിവാണ് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ കർശന സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന പ്രസ്താവനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണപരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. എന്തു വാങ്ങണം, എവിടെ പോകരുത് എന്നൊക്കെ ഉപദേശിക്കുന്നത് വീഴ്ച മറയ്ക്കാനെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സോമനാഥ് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഗിർ സോമനാഥിലെത്തിയ അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളിൽ പങ്കെടുത്തു. സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന വിപുലമായ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത്. ക്ഷേത്ര പരിസരത്തുള്ള സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ദർശനത്തിനായി പ്രവേശിച്ചത്. നീറ്റ് UGC പരീക്ഷയിലെ ക്രമക്കേട് പരാതിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ പോലീസിൻ്റെ അന്വേഷണം കേരളത്തിലേക്ക്. കേരളത്തിൽ MBBSന് പഠിക്കുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ 13 പേർ രാജസ്ഥാൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായി. രാജസ്ഥാനിൽ പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് വിൽപ്പന നടത്തിയ ചോദ്യപേപ്പറിലെ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളതായിരുന്നു എന്നാണ് കണ്ടെത്തൽ. 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്കാണ് ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത്. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ പ്രതിഷേധം. പരീക്ഷ രഹസ്യമായി നടത്തുന്നുവെന്നാണ് ആരോപണം. പ്രതിഷേധക്കാർ ഹാൾ ടിക്കറ്റുകൾ കീറിയെറിഞ്ഞു. പരീക്ഷാ സെന്ററിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കണ്ണൂരിൽ നിന്നും തത്സമയം ചേർന്നുണ്ട്. ജോസഫ്, നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ ആ പരീക്ഷാ നടത്തിപ്പുകാർ ഒരു വിശദീകരണം നൽകി. ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്ന അവകാശവാദമാണ്. ഏത് അന്വേഷണത്തെ നേരിടാനും തയ്യാറാണെന്ന് പറയുന്നു. പരീക്ഷ വീണ്ടും നടത്തണമെന്ന ഒരു ആവശ്യം പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നു. ഏത് തരത്തിലുള്ള സമവായത്തിൽ കാര്യങ്ങളെത്തി?
രാജേഷ്, നിലവിൽ ഈ പോലീസ് സൊസൈറ്റിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന പരീക്ഷകൾ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നൈറ്റ് സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ പിയുന്റെയും തസ്തികയിലേക്കുള്ള ഓരോരോ വേക്കൻസികളിലേക്കുള്ള പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പലർക്കും ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് KSU പ്രവർത്തകർ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഈ പരീക്ഷാ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ വലിച്ചു കീറുകയും ചെയ്യുന്ന രീതിയിലേക്ക് പ്രതിഷേധം കനത്തു. അതേസമയം ഈ സൊസൈറ്റി അധികൃതർ പറയുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തരത്തിൽ പരീക്ഷ നടത്തിപ്പുമായി മുന്നോട്ട് പോയത്. മാത്രമല്ല ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതികൾ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ സൊസൈറ്റി അധികൃതർ പറഞ്ഞത്. മാത്രമല്ല ഇനി എന്ത് അന്വേഷണം ഉണ്ടായാലും അതിനെ തങ്ങൾ നേരിടുമെന്നും എന്ത് കാര്യത്തിൽ അന്വേഷണം വേണം നടത്തിക്കോട്ടെ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അധികൃതർ വ്യക്തമാക്കിയത്. ഉദ്യോഗാർത്ഥികളും കടുത്ത നിരാശയിലാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട് KSUവിന്റെ പ്രതിഷേധത്തിനെതിരെ പോലീസിൽ പരാതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ വന്ന് പരീക്ഷ എഴുതാനുള്ള അവരുടെ അവകാശമാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ, ചില ആക്ഷേപങ്ങളാൽ, ആരോപണങ്ങളാൽ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ പ്രതിഷേധം കടുത്തിട്ടുണ്ട്. നിയുക്ത MLA കണ്ണൂരിലെ നിയുക്ത MLA TO മോഹൻ ഉൾപ്പെടെ ചർച്ചയ്ക്കെത്തിയിരുന്നു. ചർച്ച സമാധാനപൂർവ്വമല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലടക്കം വിശദമായ പരിശോധന നടത്തണമെന്നാണ് ഈ TO മോഹൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം താൽക്കാലികമായി അയവ് വന്നിട്ടുണ്ട്. എന്തായാലും പരീക്ഷ മാറ്റിവെച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് ഇടയില്ലാത്ത വിധം പരീക്ഷ നടത്താനാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. രാജേഷ്. ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരികളുടെ PA ചന്ദ്രനാഥ് റാഥിന്റെ കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിൽ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഉത്തർപ്രദേശിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രനാഥ് റാഥിനെ മധ്യഗ്രാമിൽ വെച്ച് മെയ് 6-നാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. CID STF സംയുക്ത സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ബീഹാറിലെ ബക്സർ സ്വദേശിയായ വിശാൽ ശ്രീവാസ്തവയാണ് അറസ്റ്റിലായവരിൽ ഒരാൾ. മറ്റ് 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇവരിൽ ഒരാൾ തോക്ക് ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനാണെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്തർ സംസ്ഥാന ബന്ധമുള്ള 8 പേരെയാണ് കൊലപാതകത്തിൽ പോലീസ് സംശയിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അതിനിടെ ഫ്രഞ്ച് ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങി. ആക്രമണം ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒട്ടും സ്വീകാര്യമല്ല എന്ന് വിശേഷിപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം തള്ളിയത്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. സമാധാന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വഴി ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അമേരിക്കയുടെ കർശന ഉപാധിയെ ടെഹ്റാൻ ശക്തമായി എതിർക്കുന്നതാണ് നിലവിലെ തടസ്സം. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഫ്രഞ്ച് ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായി നേരിടും എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തൃശൂരിൽ BJPയുടെ വോട്ട് ചോർന്നത് അന്വേഷിക്കണമെന്ന് പത്മജ വേണുഗോപാൽ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി. തൃശൂരിലെ പരാജയം പാർട്ടി പരിശോധിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റെന്ന് പത്മജ വ്യക്തമാക്കുന്നു. ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പിൻവാങ്ങിയത് താൻ തന്നെയെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു.
കായിക വാർത്തകൾ നോക്കാം. IPL ഇന്ന് പഞ്ചാബ് കിങ്സ് 11 ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് സെമി ഉറപ്പിക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. ഡൽഹി ക്യാപിറ്റൽസിനും ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. രാത്രി 7:30 മുതൽ ധരംശാലയിലാണ് മത്സരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.